السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله كفى والصلاة والسلام على نبيه المصطفى وعلى آله وأصحابه الذين هم أهل الصدق والوفاء. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. لا أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. ആദരണീയരായ ഉസ്താദ് അലി മുസ്ലിയാർ, ഒന്നരായ അബ്ദുള്ള ഹാജി, പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സിന് സമാരംഭം കുറിച്ച ഒന്നരായ സയ്യിദിന്റെ ജീവിതങ്ങൾ, എന്റെ പ്രിയ സ്നേഹിതൻ സുന്നി യുവജന സംഘത്തിന്റെ പഞ്ചായത്ത് ട്രഷറർ കൂടിയായ അബ്ദുൾ റഷീദ് ദാരിമി, മറ്റു നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നല്ല ഒരു സദുദ്ദേശത്തോടു കൂടെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടെ നാം സംഘടിപ്പിച്ച ഈ സദസ്സിനെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സദസ്സായി അല്ലാഹു സ്വീകരിക്കട്ടെ. ദീർഘമായി ഞാൻ എന്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകൾ, നമുക്ക് പല പല വാക്കുകൾ പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ സംഘടനാപരമായിട്ടുള്ള കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന എപിവാക്കാരുടെയും മറ്റുമൊക്കെ കുതന്ത്രങ്ങളും വികണ്ഠവാദങ്ങളുമൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഇവിടെ സംസാരിക്കാനുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹോദരന്മാരെ, നമുക്കറിയാം, നമ്മുടെ ഈ തച്ചണ്ണ മഹലിൽ ഇന്ന് ലോകത്താകമാൻ, ചുരുക്കി പറയാൻ കേരളത്തിലും അറബ് രാജ്യങ്ങളിലുമൊക്കെ അറിയപ്പെട്ട ഒരു രാജ്യമാണ്. ചിലപ്പോൾ ചോദിക്കും, ഞാൻ പറഞ്ഞാൽ അമേരിക്കയിൽ അറിയോ തച്ചണ്ണ, ഇംഗ്ലണ്ടിൽ അറിയോ, റഷ്യയിൽ അറിയോ, ചന്ദ്രനിൽ അറിയോ, ചൊവ്വയിൽ അറിയോ എന്നൊക്കെ ചോദിക്കും. ലോകത്തറിയെന്ന് പറയും. ചുരുക്കി പറഞ്ഞതാണ്. ഈ അടുത്ത കാലത്തായി നിത്യേന പത്രങ്ങളിൽ തച്ചണ്ണ ഒരു വാർത്ത പിടിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലം അധികം ആളുകൾക്കും അറിയുന്നതാണ്. എന്നാൽ സംഭവം എന്തൊക്കെയോ ഉണ്ട് എന്നറിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു മറുവശം മനസ്സിലാക്കി സത്യം അറിയാതെ അതൊക്കെ ഇങ്ങനെയായിരിക്കുമെന്ന് ധരിച്ചു വശത്തായ ചില ആളുകളുണ്ട്. അത്തരക്കാർക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാസങ്ങളായി നമ്മുടെ ഈ മഹലിൽ, അഥവാ വർഷങ്ങള്, നമ്മുടെ നാട്ടിൽ കർഷഭിഷകളൊക്കെ ഉണ്ടായി
ചേരിതിരിവുകളുണ്ടായി, 2 മദ്രസകളായി വേർപിരിഞ്ഞു. പള്ളി ഒന്നു തന്നെയാണെങ്കിലും 2 വിഭാഗം ആളുകൾ സംയുക്തമായി ഭരണം നടത്തുന്നു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാനും മാസങ്ങളായി മഹല്ലിൽ ചില അസാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അസാരസ്യങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടല്ലാതെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ചില ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭരണഘടന അനുസൃതമായിരിക്കണം എന്ന് മറ്റുള്ള ആളുകൾ പറയുമ്പോൾ അത് കൂട്ടാകാതെ അതൊരു വാശിയോടുകൂടെ വീറോടുകൂടെ ചില ആളുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ കൊണ്ടു നടന്നപ്പോൾ അത് ചോദ്യം ചെയ്തു. എന്നാൽ അനുകൂലമല്ലാത്തൊരു സാഹചര്യം വരികയും, ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഇതിന്റെ പ്രസിഡന്റ് ഒരു ഭാഗത്തുള്ള ആളും, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ആളും, ജനറൽ സെക്രട്ടറി AP വിഭാഗത്തിനെ അനുകരിക്കുന്ന ആളും, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കുമ്പോൾ പ്രസിഡന്റിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഭരണഘടന വകവെച്ചു കൊടുക്കുന്നു, ജനറൽ സെക്രട്ടറിക്ക് ചില അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് അവരുടേതായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഭരണഘടന അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും മഹല്ലിലുള്ളതായ ജനറൽ സെക്രട്ടറിയോ സെക്രട്ടറിയുടെ പക്ഷത്തുള്ള ആളുകളോ അത് വകവെച്ചു കൊടുക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഒരു വേള മഹല്ലിലെ ഉത്തരവാദപ്പെട്ട ഒരു ജഡ്ജിയുടെ സ്ഥാനത്തിരിക്കുന്ന കാളിയോട് പോലും ഈ കാര്യങ്ങൾ പറഞ്ഞതാ. വന്യരായ കാളി തന്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക്, താൻ പറഞ്ഞതനുസരിക്കും എന്ന നിലക്ക് അത് ആ ആളുകളോട് പറഞ്ഞപ്പോൾ കാളിയെപ്പോലും അവഗണിച്ചപ്പോൾ ഒരു വേള ആ കാളി ഇനി മാനം കെടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി തന്റെ മാനം കാത്തി രാജിവെച്ചു പോയി. ഇന്ന് തച്ചെണ്ണമായാലെ കാളി തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത് പലപ്പോഴും പല ആളുകളും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയൊക്കെ പോന്ന് ഈ ഭരണഘടനയുടെ വിഷയം, ഈ ആധാരങ്ങളുടെയും മറ്റുമൊക്കെ വിഷയങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നേരത്ത് ആധാരം പ്രസിഡന്റിന് കൈമാറുകയില്ല എന്നുള്ള ദാഷ്ട്യം നടന്നുകയും അങ്ങനെ ചില വിവരങ്ങൾ അറിഞ്ഞ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡുമായിട്ട് നമ്മുടെ ചില പ്രവർത്തകന്മാർ ബന്ധപ്പെട്ട് അതിലേക്ക് വിവരാവകാശ പ്രകാരം നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ മഹല്ല് സെക്രട്ടറി കൊടുത്ത ചില അപേക്ഷകൾ ആ വഖഫ് ബോർഡിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിച്ചു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മഹല്ലിന് വ്യാജരേഖയുണ്ടാക്കി ഇതിന്റെ ആധാരങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുവാനും അതുപോലെ തന്നെ ഇതിന് മുൻകാലത്തുള്ള ആളുകൾ നൽകിപ്പോന്ന ഒരു പേര് അത് തന്നെ മാറ്റം വരുത്തുന്ന ഒരു രൂപത്തിലും മറ്റും ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനം അദ്ദേഹം കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൽ നിന്ന് ഇതിന്റെ നിജസ്ഥിതി അറിയാൻ നമ്മൾ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വഖഫ് ബോർഡ് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ അദ്ദേഹം തച്ചെണ്ണ മഹലിൽ വരികയും തച്ചെണ്ണ മഹലിലെ പ്രസിഡന്റിനെ അദ്ദേഹം വിളിച്ചു. പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു, പ്രസിഡന്റുമായി സംസാരിച്ചു, ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചു. രേഖകൾ എന്റെ കൈവശമല്ല എന്ന് പറഞ്ഞു. എന്നാൽ അതറിയണം എന്ന് മനസ്സിലാക്കി ജനറൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടു. വളരെ ആദരവോടുകൂടെ തന്നെ അദ്ദേഹം വിളിക്കുകയും തന്റെ വീട്ടിലുണ്ടെന്ന് അറിയിച്ച അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് വരികയും അതുകൊണ്ട് വീട്ടിലേക്ക് പോന്നപ്പോൾ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മഹല്ലിന്റെ കാര്യം അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ പ്രസിഡന്റിനെയും കൂട്ടി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ ചെന്നു. ഒരു ആതിഥേയ മര്യാദയോടുകൂടെ തന്നെ അവിടെ ഇരുത്തവർക്ക് ചായ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടണം, എനിക്ക് മിനിറ്റ്സ് ബുക്കും അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുമൊക്കെ കാണണം. കാരണം എന്താ, മിനിറ്റ്സ് ബുക്കിലാണ് കള്ളക്കളി നടത്തിയിട്ടുള്ളത്. അതിൽ മറിമായ നടത്തി ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കാണിക്കാൻ ദീർഘമായി സംസാരിക്കുന്നില്ലെങ്കിലും അതിന്റെ രേഖ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നമ്മുടെ ബോർഡിൽ അത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നോക്കൂ. അങ്ങനെ ഇതെടുത്തു തരാമെന്ന് പറയുകയും അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞും കാണാതെ വന്നപ്പോൾ ചില ആളുകളൊക്കെ വീട്ടിലേക്ക് പിൻഭാഗത്തുള്ള വാതിലിലൂടെ കടന്നു വന്നു. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ മൊഴി കൊടുക്കുമ്പോൾ, പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ ഈ വിനീതനും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്.
അദ്ദേഹം പറയും, ഞാനത് ചോദിച്ചപ്പോൾ ചില ആളുകൾ നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. വഖഫ് ബോർഡിൽ നിന്ന് വന്നതാണ്, ഇന്ന ആവശ്യത്തിന് വന്നതാണ്, എനിക്ക് മിനിറ്റ്സ് ബുക്ക് മറ്റും കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് തരാൻ സാധ്യമല്ല എന്ന് ദാർഢ്യത്തോടുകൂടെ ആ വന്നവരിൽപ്പെട്ട ചില ആളുകൾ അവർ പറഞ്ഞു. അപ്പോൾ അത് പറയേണ്ടത് നിങ്ങളല്ല, ഞാൻ സെക്രട്ടറിയാണ് ചോദിക്കുന്നത്, സെക്രട്ടറിയാണ് മറുപടി പറയേണ്ടത്, സെക്രട്ടറിയോട് ബന്ധപ്പെടാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സെക്രട്ടറിയുടെ PA ആണെന്നും അത് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്നും പറയുകയും ആ നേരത്ത് അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥനോട് തന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുന്ന വിവരം ഫോണിലൂടെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തെ അടിക്കുന്ന, ആക്രമിക്കുന്ന ആ രംഗം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിത്രത്തിലൂടെ അന്ന് തന്നെ ചാനലുകൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തതാണ്. ആ രംഗം നമുക്കറിയാം. ഉച്ചതിരിഞ്ഞിട്ടുള്ളതായൊരു സംഭവമാണ് അത്. ഉച്ച കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു സംഭവമാണത്. അത് കഴിഞ്ഞു അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി. അത് നമ്മുടെ പ്രവർത്തകന്മാർ, അങ്ങാടിയിലുണ്ടായിരുന്ന ചെറുപ്പക്കാർ. ഇന്ന് IT യുഗമാണ്. എന്ത് ഞാൻ ഈ പറയുന്നത് പോലും അത് പിടിച്ചു വെക്കുന്നുണ്ടാകും. ഒരു പക്ഷേ എന്റെ വാക്കുകൾ ഞാൻ പറയാത്തതുപോലും തിരികെ കയറ്റുന്നുണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ പ്രവർത്തകന്മാർ അത് ശരിയാവണ്ണം ഒപ്പിയെടുത്തു. ആ ഒപ്പിയെടുത്തത് ചാനലുകളിലൂടെ പ്രദർശിപ്പിച്ചു. ഇത് ഒപ്പിയെടുത്തു എന്നതിന്റെ പേരിൽ ഇയാൾ അഡ്മിറ്റ് ചെയ്തു എന്നതുകൂടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുകൂടി അറിഞ്ഞപ്പോൾ വീട്ടുകാരൻ, ആ വീട്ടിലുള്ളതായ ജനറൽ സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹം തന്നെ ഒരു ഇഷ്ടികയെടുക്കുകയും ജനൽ ചില്ലുകൾ കുത്തിപ്പൊട്ടിക്കുകയും വീടിന്റെ ഓട്ടും പുറത്തേക്ക് എറിയുകയും ഒക്കെ ചെയ്തതിന്റെ ശേഷം തന്റെ പ്രിയപ്പെട്ട ഉമ്മനെയും മറ്റുമൊക്കെ അദ്ദേഹം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? നമ്മുടെ വന്യരായ ഉസ്താദുമാർ, ആ ഉസ്താദുമാർ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന അലിമുസ്ലിയാർ, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി അടക്കമുള്ളതായ ആളുകളെ പ്രതികളായി ചേർത്തുകൊണ്ട് പറഞ്ഞാൽ അറുക്കുന്ന വിഷയങ്ങൾ ചാർത്തിക്കൊണ്ട് അവരുടെ മേൽ കുറ്റം ചാർത്തി അവർക്കെതിരെ കൗണ്ടർ കേസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ദിവസങ്ങളായി നമ്മുടെ നാട് ഇതിന്റെ പേരിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞു, ഈ വിഷയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ കെ വിഭാഗത്തിന് ഒരു പരാതിയില്ല. ഈ കെ വിഭാഗം സെക്രട്ടറി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല. സെക്രട്ടറിയുടെ മകൻ ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടത്തെ കമ്മിറ്റിയിൽപ്പെട്ട മറ്റൊരു വ്യക്തി അദ്ദേഹം ഇത് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. തന്നെ ആക്രമിച്ച ആളുകൾ ഇന്നവരാണ്, തനിക്ക് ഇന്ന മർദ്ദനങ്ങളാണ് ലഭിച്ചത്, തന്നെ ഇന്നതാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥൻ പരാതിപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ആലോചിക്കൂ, നിരപരാധികളായ നമ്മുടെ നാട്ടിലെ വന്യരായ ഗുരുനാഥന്മാരെ, അലിമുസ്ലിയാരെ നമുക്കറിയാം. ഈ നാടിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഈ മഹലിന്റെ കാവി സ്ഥാനത്തിരിക്കുകയും അതുപോലെ പ്രസിഡന്റ് പദവിയിലിരിക്കുകയും ഒക്കെ ചെയ്ത് ഈ നാടിനെ നയിക്കുമ്പോൾ, അദ്ദേഹം പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദൗത്യം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സേവനം ചെയ്ത്, വേദനരഹിതമായി സേവനം ചെയ്ത് ഈ നാടിനെ കൈപിടിച്ചുയർത്തിയ വ്യക്തിയല്ലേ ബഹുമാനപ്പെട്ട അലിമുസ്ലിയാർ. പ്രിയപ്പെട്ടവരെ, ഈ നാടിൽ പല പ്രശ്നങ്ങൾക്കും, മുതൽ സംബന്ധമായ തർക്കങ്ങൾക്കും അതുപോലെ കുടുംബകലഹങ്ങൾക്കും ഇതിനൊക്കെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് രമ്യതയുണ്ടാക്കി ഈ നാട്ടിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയല്ലേ ബഹുമാനപ്പെട്ട അലിമുസ്ലിയാർ. നിങ്ങൾ നോക്ക്, പക്ഷേ ഇവിടെ നടന്ന സംഭവം ഇതൊന്നും അറിയാതെ ചില ആളുകൾ പത്രങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കി നമുക്ക് കാണാൻ സാധിക്കും. സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് AP വിഭാഗത്തിന്റെ ജില്ലാ കമ്മിറ്റി ഇതിനുവേണ്ടി യോഗം ചേർന്നു. കഥ അറിയാതെയാണ് അവർ ആട്ടം തുള്ളിയത്. ഇവർ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ യോഗം ചേർന്നുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കി, മഹലിൽ സംഘർഷമുണ്ടാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ പ്രസ്താവന വായിച്ചപ്പോൾ അത്ഭുതം തോന്നുകയാ. ആ പ്രസ്താവന, പ്രിയപ്പെട്ടവരെ, മഹല്ല് സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചു എന്നും ആ മഹല്ല് സെക്രട്ടറിയുടെ വീട് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവർ കണ്ടിട്ടില്ലേ അത്? അതുപോലെ തന്നെ വീട്ടുകാരന് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വീട്ടുകാരന്റെ ബന്ധു ആ സംഗതി കണ്ടിട്ടില്ലേ? തച്ചെണ്ണയിലുള്ള ആളുകൾ മറ്റുള്ളവർ കണ്ടിട്ടില്ലേ? കള്ളത്തരമല്ലേ ആ പറയുന്നത്? കള്ളത്തരമല്ലേ പറയുന്നത്? മറ്റവനെ കൊടുക്കാനില്ലാത്ത ഒരു ആരോപണം നടത്തി ഒരു ഷഹാദത്ത് സൂർ, ഒരു കള്ളസാക്ഷ്യം പറയുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം. നോക്ക് നിങ്ങൾ, സുന്നികളെ രണ്ട് വിഭാഗം ആളുകൾ ഒന്നിച്ചു പ്രവർത്തിച്ചു വരുന്ന
അരീക്കോട് തച്ചെന്ന മഹലിൽ വ്യാജരേഖ സൃഷ്ടിച്ച് മദ്രസ ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ കള്ള രജിസ്റ്റർ ചെയ്ത് നാട്ടിൽ സംഘർഷവും കലാപവും സൃഷ്ടിക്കുന്ന കുറ്റവാളികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് SYS ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടത്. മദ്രസയോട് ബന്ധപ്പെട്ടിട്ടാണോ ഇവിടെ പ്രശ്നമുണ്ടായത്? ആ യോഗം ചേർന്ന SYSന്റെ ആളുകൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടല്ലേ അവർ യോഗം ചേർന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുണ്ടാക്കിയത്? മദ്രസ സംബന്ധമായിട്ടാണോ തച്ചെണ്ണയിൽ പ്രശ്നമുണ്ടായത്? മദ്രസയുടെ മിനുട്സ് അന്വേഷിക്കാനാണോ വഖഫ് ബോർഡിന് ഉദ്യോഗസ്ഥൻ വന്നത്? അല്ല, നമ്മുടെ പള്ളിയുടെ ആ മിനുട്സ് ബുക്ക് പള്ളിയുടെ യോഗം ചേർന്ന് ആ വിഷയങ്ങൾ അന്വേഷിക്കാനാ വന്നത്. കാരണം മദ്രസ AP വിഭാഗത്തിന് ഒരു വിഭാഗം ആളുകൾ സെക്രട്ടറി, പ്രസിഡന്റ് അവർ നടത്തുന്നു. EK വിഭാഗം അഥവാ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ അത് അവരുടേതായ ഒരു കമ്മിറ്റി നടത്തുന്നു. ഇത് തമ്മിലല്ലല്ലോ പ്രശ്നം. മദ്രസയിൽ രണ്ട് വിഭാഗവും സംയുക്തമായി നടത്തുന്ന മദ്രസ രണ്ട് വിഭാഗം ഒന്നിച്ച് പ്രവർത്തിച്ചു വരുന്ന അരീക്കോട് തച്ചെന്ന മഹലിൽ വ്യാജരേഖ സൃഷ്ടിച്ച് മദ്രസ ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ കള്ള രജിസ്റ്റർ ചെയ്ത് നാട്ടിൽ സംഘർഷവും കലാപവും സൃഷ്ടിക്കുന്ന കുറ്റവാളികളുടെ പേര് നടപടി സ്വീകരിക്കണം. സിറാജ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സറജ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു, സിറാജ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന പത്രം എന്ന് വന്യരായ മാനു മുസ്ലിയാരുടെ വാക്ക് കടമെടുത്ത് പറയുകയാ. ഇവിടെ മദ്രസയിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടോ? അതാണോ ഇവിടുത്തെ പ്രശ്നം? എന്നിട്ട് ഇവിടുത്തെ SYSകാരെന്ന് പറഞ്ഞ ജില്ലക്കാർ വലിയ ആളുകളാണ് അവര്. നോക്കണം നിങ്ങള്, വലിയ ആളുകൾ. അവർ വലിയ പ്രസ്താവന ഇറക്കി. സ്വന്തം പത്രമുണ്ടായപ്പോൾ എന്തും അടിച്ചുവിടാമെന്നവർ കരുതി. പിന്നെ അവരാർക്കും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും വഖഫ് ബോർഡിനെ മറയാക്കിയും വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥനും മറ്റും വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥനും ഒരു സംഘം ആളുകളും ചേർന്ന് നിലവിലുള്ള മഹല്ല് സെക്രട്ടറിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി കമ്മിറ്റിയുടെ രേഖകളും പ്രമാണങ്ങളും കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ആർക്കാണിവിടെ? അലി മുസ്ലിയാർക്കാണോ രാഷ്ട്രീയ സ്വാധീനം കൂടുതലുള്ളത്? അബ്ദുള്ള ഹാജിക്കാണോ രാഷ്ട്രീയ സ്വാധീനം കൂടുതലുള്ളത്? അതാണോ? നേരെ മറിച്ച് ഇവിടെ അക്രമത്തിന് ആ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഉന്നതനായ രാഷ്ട്രീയ നേതാവല്ലേ? ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ആളല്ലേ? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആളല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് 5 മന്ത്രിമാരല്ലാത്ത മറ്റുള്ള മന്ത്രിമാരിൽ മുഖ്യമാറും ആളുകൾ ആരുടെ ആളാ? എന്നിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് എത്രമാത്രം വിചിത്രം, എത്രമാത്രം ലജ്ജാകരം. അലി മുസ്ലിയാരാണോ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ആണോ അലി മുസ്ലിയാർ? അബ്ദുള്ള ഹാജി മുഖ്യമന്ത്രിയുടെ ആളാണോ? ആഭ്യന്തരമന്ത്രിയുടെ ആളാണോ? പിന്നെ എന്ത് രാഷ്ട്രീയ സ്വാധീനമാണ് പറയുന്നത്? എന്ത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അലി മുസ്ലിയാരുടെ ആളാണോ? എന്താണ് ഈ പറയുന്നത്? രാഷ്ട്രീയ ഈ പത്രം തൊക്കിൽ വെച്ച് ഈ പത്രത്തിനെ ആധാരമാക്കി ഈ പത്രത്തിൽ കാണുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. പിന്നെ നോക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്നു, മഹല്ലുകളിലും സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കി കുഴപ്പം സൃഷ്ടിക്കുന്നവരെ സമൂഹം തിരിച്ചറിയണം, അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതിൽ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ കൂടെയുണ്ട്. എന്നിട്ട് പറഞ്ഞ് PKM സഖാഫി ഇരിങ്ങല്ലൂർ അദ്ദേഹം മഹാനവറുകളാണ് അധ്യക്ഷം വഹിച്ചത്. ആ സാധുവിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഏക ആയുധം കുപ്പിച്ചില്ലാണ്, അരിഷ്ടക്കുപ്പിയാണ് അദ്ദേഹത്തിന്റെ ഏകായുധം. അദ്ദേഹത്തിന് തച്ചെണ്ണയിൽ വന്നാൽ സെക്രട്ടറിയുടെ മകൻ കുത്തിപ്പൊട്ടിച്ച ജനൽ ചില്ലുകൂടി കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് ആയുധം ഒന്നുകൂടി കൈവശപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വന്നാൽ പൊട്ടിക്കിടക്കുന്ന മൂർച്ചയേറിയ നീളമുള്ള അരിഷ്ടക്കുപ്പിയേക്കാൾ മൂർച്ചയിൽ നീളമുള്ളതായ കുപ്പിച്ചില്ല് ഇവിടുന്ന് കിട്ടും, അത് കൊണ്ടുപോകണം. അദ്ദേഹത്തെ യോഗം കൂടിയിട്ടാണ് ഈ പ്രസ്താവന ഇറക്കിയത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു പത്രത്തിൽ വന്നു എന്തെല്ലാം കളവ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമദ് സാഹിബ് ഇവിടെ ഞാൻ നീട്ടുന്നില്ല, ഇതിൽ തന്നെ വേറെയും ചില കാര്യങ്ങൾ പറയുകയുണ്ട്. ഈ പത്രത്തിൽ എന്തെല്ലാം ഇല്ലാത്ത കഥകളാ. സാഹിൽ സെക്രട്ടറിയുടെ വീട്ടിൽ അതിക്രമം നടത്തി നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. സെക്രട്ടറിന്റെ വീട്ടില് അതിക്രമം കാണിച്ചിട്ട് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. ആരാ നടപടിയെടുക്കേണ്ടത്? സെക്രട്ടറിയുടെ മകൻ സെക്രട്ടറിന്റെ വീട് ആക്രമിച്ചത് സെക്രട്ടറി നടപടിക്കണം. ബാപ്പന്റെ വീട് തകർക്കുന്ന മകനെ നിലക്ക് നിർത്താൻ ബാപ്പയ്ക്ക് സാധിക്കണം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്.
മകനാ വീട് പൊളിച്ചത്. ആ മകനതിന് നടപടിയെടുക്കാത്തതിന് SYS പ്രതിഷേധിക്കുകയാണ്. എന്താ? അലിമുസ്ലിയാരുടെ മകൻ വന്നിട്ട് അലിമുസ്ലിയാരുടെ വീട് തകർത്താൽ അലിമുസ്ലിയാരാ നടപടി സ്വീകരിക്കേണ്ടത്, മഹല്ല് കമ്മിറ്റിയല്ല. അതിൽ പോലീസല്ല നടപടി സ്വീകരിക്കേണ്ടത്. വീട് തകർത്തതിൽ പ്രതിഷേധം. ആരാണിത് തകർത്തത് നോക്കണം നിങ്ങൾ. എന്നിട്ട് എന്തെല്ലാം വാദങ്ങളായി ഇതിൽ പറയുന്നത്. സരിനഗർ സൊസൈറ്റി ആക്ട് പ്രകാരം 1994 മലപ്പുറം റിലേഷൻ ചെയ്ത് 2013-14 വർഷത്തെ കമ്മിറ്റി വരെ രജിസ്ട്രേഷൻ പുതുക്കുകയും ചെയ്യുന്നത്. കമ്മിറ്റിയിലെ സുന്നി പ്രാതിനിധ്യം സംബന്ധിച്ച് തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് 98-ൽ മഞ്ചേരി മുൻസിഫ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസുകൾ ഒത്തുതീർപ്പാക്കുകയും അനുരജ്ഞനത്തിന്റെ ഭാഗമായി മഹല്ല് കമ്മിറ്റിയിലേക്ക് ഇരു സുന്നി വിഭാഗങ്ങളിൽ നിന്ന് 9 വീതം പേരെ ഉൾപ്പെടുത്തുകയും മധ്യസ്ഥ സ്ഥാനത്തിന് നേതൃത്വം നൽകിയ 3 പേരെ ആജീവനാന്ത മെമ്പർമാരായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിന് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ പോയിട്ട് നോക്ക് നിങ്ങൾ. പ്രസിഡന്റ് പ്രമാണങ്ങൾ കൈവശപ്പെടുത്തിയില്ല, കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു. പ്രസിഡന്റ് കൊടുത്തില്ല. രേഖകളുടെ സൂക്ഷിപ്പുകാരനായ സെക്രട്ടറിയിൽ നിന്ന് 32 പ്രമാണങ്ങൾ പ്രസിഡന്റ് വീണ്ടും ആവശ്യപ്പെട്ടു. രേഖകളുടെ സൂക്ഷിപ്പുകാരനായ സെക്രട്ടറിയിൽ നിന്ന് പ്രസിഡന്റ് വീണ്ടും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾ നോക്കൂ. ഇവിടുത്തെ മുനീറുൽ ഇസ്ലാമിന്റെ ഭരണഘടന, ആ ഭരണഘടനയിലെ 12(12)(e)യിൽ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം പറയുന്നു, സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം പറയുന്നു. കള്ളത്തരം പറയുന്നതിന് അതിന് വേണ്ടേ പ്രിയപ്പെട്ടവരെ? ആരാണ് രേഖകൾ സൂക്ഷിക്കേണ്ടത്? പ്രസിഡന്റാണോ സെക്രട്ടറിയാണോ? നമ്മൾ മനസ്സിലാക്കണം. പ്രസിഡന്റിന്റെ അധികാരത്തിലാണ് ഭരണഘടനയിൽ രജിസ്ട്രേഷനെ സംബന്ധിച്ച് ആധാരങ്ങളെപ്പറ്റി പറയുന്നത്. ഖണ്ഡിക 12(e) അതിൽ പറയുന്നത് എന്താ? സംഘം വകയായുള്ള എല്ലാ സ്ഥാവര സ്വത്തുക്കളുടെയും രേഖാലക്ഷ്യങ്ങൾ സൂക്ഷിക്കുക. ഇത് ഭരണഘടനയിലെ സെക്രട്ടറിയുടെ കയ്യിലില്ലെങ്കിൽ ഇതൊന്ന് എടുത്തു നോക്കണം. ഉണ്ടെങ്കിൽ ഇതൊന്ന് എടുത്തു നോക്കണം. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതെവിടെന്നെങ്കിലും ഒന്ന് പകർത്തിയെങ്കിലും നോക്കണം. ഇത് പ്രസിഡന്റിന്റെ അധികാര, സെക്രട്ടറിന്റെ അധികാരമല്ല രേഖ സൂക്ഷിക്കുക എന്നുള്ളത്. സെക്രട്ടറി സൂക്ഷിക്കേണ്ട രേഖകൾ വേറെയൊക്കെ ഉണ്ട്, അത് സൂക്ഷിക്കുക പ്രസിഡന്റിന്റെ അധികാരമാണ്. അതുപോലെ തന്നെ സെക്രട്ടറി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഭരണഘടനയിൽ പറയുന്നത് പള്ളിയായിരിക്കണം മഹല്ലിന്റെ ഓഫീസ്, ജമാ സംഘത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നു. എന്നാൽ അത് സെക്രട്ടറിയുടെ വീട്ടിലപ്പോ ചിലവര് ചോദിക്കണേ, വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പെരീക്ക് വരാൻ പാടുണ്ടോ? നാട്ടിലുള്ള പീഡകോലയും വന്ന് കാലിച്ചായും വീടിയും വലിച്ചുമ്പോ ആൾക്കാർ ചോദിക്കുക, അങ്ങനെയാണ് കയറി വരാൻ പാടുണ്ടോ? വരാം. കാരണം സെക്രട്ടറി തന്നെ വഖഫ് ബോർഡിൽ കൊടുത്തതെന്താ? പള്ളിയിൽ ഇതിന് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് വീട്ടിൽ സൂക്ഷിക്കാണ്. മാത്രല്ല പള്ളി ഓഫീസായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിൽ സംഗതികൾ സൂക്ഷിക്കാതെ തന്റെ വീട് ഓഫീസ് പോലെ ഉപയോഗിക്കുമ്പോൾ അതന്വേഷിച്ചു വരേണ്ടത് അവിടെ തന്നെയല്ലേ? അതന്വേഷിച്ചു വരേണ്ടത് അവിടെ തന്നെയല്ലേ? അതല്ലേ? അപ്പോൾ പള്ളിയുടെ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ടാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നത്. സെക്രട്ടറി അതാ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് സിറാജ് പത്രം പറയാണ് ഇത് രേഖാലക്ഷ്യങ്ങൾ വീണ്ടും ചോദിച്ചപ്പോ അത് കൊടുത്തില്ല, അത് ചോദിച്ചു വന്ന് അപ്പൊ എന്ത് ചെയ്തു? ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിപ്പോയി. എന്നിട്ട് പറയുന്നത് നോക്ക് നിങ്ങള്. അങ്ങനെ 2014 ഏപ്രിൽ മാസത്തിൽ ചേർന്ന പള്ളി കമ്മിറ്റി യോഗത്തിൽ ചോദ്യം ചെയ്യുകയും നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇതിവിടെ വേറൊരു സംഘടന കമ്മിറ്റി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ഭീമങ്കുജിൽ അബ്ദുൽ സമദ് സാഹിബൊക്കെ നിസ്കരിച്ച നമ്മുടെ മസ്ജിദ് താരിഖ് ബിൻ സിയാദ് എന്ന് പറഞ്ഞ ഭീമങ്കുജിൽ എന്ന അഹമ്മദ് നഗറിലെ പള്ളി, അത് പുതുതായി ഉണ്ടാക്കിയത് 2 വർഷങ്ങൾക്ക് മുമ്പ്. ആ പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പള്ളിക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഹിദായത്തുൽ ഇസ്ലാം സംഘം എന്ന് പറഞ്ഞ കമ്മിറ്റി. ആ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റി ഇവിടെ മഅ്ദിനുൽ ഉലൂം മദ്രസ EK വിഭാഗം നടത്തുന്ന മദ്രസയുടെ നടത്തിപ്പ്, ഈ മദ്രസന്റെ ബിൽഡിംഗ് അല്ല, ഈ മദ്രസയുടെ നടത്തിപ്പ്
ആ സംഘം നടത്തുന്നു, അതിന്റെ പ്രവർത്തന പരിധിയിൽ വന്നു. അതിൽ എഴുതി ചേർത്തു മഅദനുൽ ഉലൂം മദ്രസ. അതുപോലെ സംഘത്തിന്റെ ഓഫീസ് മഅദനുൽ ഉലൂം മദ്രസയിൽ പ്രവർത്തിക്കും. ഇവിടെ ബോർഡ് വെച്ചില്ലേ വ്യാജൻ രംഗത്ത് എന്ന് പറഞ്ഞ്. അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയും. പക്ഷെ എന്താണ് ഇവിടെ നോക്കി, ഈ കാണുന്ന ബിൽഡിംഗ് കല്ലറ കുഞ്ഞാന്റെ കയ്യിലുള്ള ഈ ബിൽഡിംഗ് ഇത് കെ മൊയ്തീൻകുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇതിന്റെ മുകളിലായിരുന്നു ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ പള്ളിയുടെ ഉത്തരവാദിത്തത്തിലുള്ള ആ പ്രിയപ്പെട്ടവരെ, ഇവിടെ പള്ളിയുടെ സ്ഥാപനമായ ആ ബിൽഡിംഗിൽ നമ്മുടെ ഹോമിയോ ആസ്പത്രി വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ട് അത് നഷ്ടപ്പെട്ടിട്ടില്ല. മഅദനുൽ ഉലൂം എന്ന് പറഞ്ഞ ഈ ബിൽഡിംഗ് നിൽക്കുന്ന ഈ സ്ഥാപനം ഇവിടത്തെ പള്ളിയുടെ അധികാരത്തിലുള്ളതാ. അതിൽ മഅദനുൽ ഉലൂം മദ്രസ എന്ന് പറഞ്ഞ സ്ഥാപനം നടക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഓഫീസും ഇതിൽ നടക്കുന്നത് കൊണ്ട് ഒരിക്കലും തന്നെ ഈ സ്ഥാപനം മഹല്ല് കമ്മിറ്റിക്ക് അഥവാ പള്ളിയുടെ അധീനയിൽ നഷ്ടപ്പെടും. അവിടെ പ്രവർത്തനം നടക്കുന്ന ബിൽഡിംഗ് വേറെ, അതിനുള്ള പ്രവർത്തനം ഇതിന്റെ ഭരണഘടനയാ കൂട്ടരെ രജിസ്റ്റർ ചെയ്തത്, സ്ഥാപനമല്ല. ഈ 2 നില കെട്ടിടമല്ല രജിസ്റ്റർ ചെയ്തത്. ബുദ്ധിയുള്ളവർക്കറിയാം നമ്മുടെ ഭരണഘടനയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യല്. എന്നിട്ടത് പറഞ്ഞുണ്ടാക്കി. അങ്ങനെ പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്തു. 24 അങ്ങനെ ചെയ്തപ്പോ ഇത് അറിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു, മഹല്ല് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ വഖഫ് സംരക്ഷണ സമിതി എന്തേ ഉണ്ടാക്കിയത്? 2-3 ബോർഡ് വെച്ചു. വഖഫ് ഭയങ്കര സംരക്ഷണ. എന്തേ ഇവിടെ സംരക്ഷിച്ചത്? ഒരുപാട് തച്ചാമ്പറമ്പും തച്ചെണ്ണയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ മഹല്ലിൽ പ്രിയപ്പെട്ടവരെ, ഈ വഖഫിന്റെയും മറ്റു നിയമത്തിൽ ഒരുപാട് തേക്കുകളും കവുങ്ങുകളും ഒരുപാട് മരങ്ങൾ ഇതൊക്കെ വിറ്റ് നശിച്ചു പോയതിന് കയ്യുണ്ടോ കണക്കുണ്ടോ? ഇന്നും അതിന്റെ മരങ്ങളും മറ്റുമൊക്കെ കിടക്കുന്നു വിൽക്കുന്നു. ഈ സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്നു. നമ്മുടെ ആ ഹോസ്പിറ്റൽ, ആ കെട്ടിടം എത്ര കാലം അങ്ങനെ സിനിമാ പോസ്റ്ററുകളും മറ്റുള്ള രാഷ്ട്രീയക്കാരുടെയും മറ്റും പ്രസിദ്ധീകരണങ്ങളും പോസ്റ്ററുകളും പതിച്ചു കിടന്നു. അതൊക്കെ വഖഫിന്റെ സാധനമല്ലേ? അതൊക്കെയല്ലേ സംരക്ഷിക്കേണ്ടത്? അല്ലാതെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ അവനാനൊരു ബോർഡ് വെക്കുക, വൈകുന്നേരം എടുത്തുകൊണ്ടേക്ക് രാവിലെ കൊണ്ട് അതിന്റെ സംരക്ഷണമാണോ വഖഫ് സമിതി ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി സിറാജ് പത്രത്തിൽ കൊടുത്തതാ. എന്നിട്ട് ഇതിങ്ങനെ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? മഹല്ല് സെക്രട്ടറി വഖഫ് ബോർഡിൽ ചേർക്കാതിരുന്ന 24 പ്രമാണങ്ങൾ വഖഫ് ബോർഡിൽ ചേർക്കാൻ നൽകി. അരിവലിയാരെ പിടിച്ചറിച്ച് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി മൂപ്പര് കൊണ്ടുപോയി അവിടെ ചേർത്ത്. കാരണം മൂപ്പരാണ് ഇതിന്റെ ഉത്തരവാദി. ഇത് സൂക്ഷിക്കേണ്ട ആള് മൂപ്പരാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമാണത്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാ. അത് പ്രസിഡന്റ് അലിമൂലിയാരല്ല. നാളെ വേറെ ഏതെങ്കിലും ഒരുത്തനാണ് ഇതിന്റെ പ്രസിഡന്റെങ്കിൽ അത് ഭരണഘടന കുട്ടികളറിയില്ല. അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് വിക്രുന്നു സലാത്തുന്നൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ട് ചിലപ്പോ അങ്ങനെയാണ് പറയും. സംഗതി നിങ്ങൾ വിജയിക്കുക, ഹക്ക് അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മൾ ദ്വാരനോളി, നമുക്ക് അരി മുടങ്ങണ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ദ്വാരനോളി, അള്ളാഹു ഹക്ക് വിജയിപ്പിക്കട്ടെ. ഹക്കിന് വേണ്ടി നമ്മൾ ദ്വാരക്ക, ഹക്ക് വിജയിക്കാൻ. കള്ളത്തരങ്ങളാണ് ഈ നമുക്ക് ധൈര്യമായിട്ട് പ്രവർത്തിക്കാം. കാരണം ഹക്ക് വിജയിക്കുമ്പോൾ ഹക്കിന്റെ അരി നമുക്ക് വേണ്ട. ഹക്ക് വിജയിച്ചിട്ട് അരി മുടങ്ങുന്ന പ്രശ്നം നമുക്കില്ല. നമ്മളെ വള്ളിക്കൽ വലിയമാർക്കുണ്ടാവില്ല. അതുകൊണ്ട് വിചാരിക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തു കൂട്ടിയത്? പിന്നെ പറയുന്നത് തച്ചണ്ണ മുനീറുൽ ഇസ്ലാം മദ്രസ എന്ന പേര് തച്ചണ്ണ ജുമാഅത്ത് പള്ളി മഅദനുൽ ഉലൂം മദ്രസ എന്നാക്കി. ഇവിടെ എവിടെയാ മുനീറുൽ ഇസ്ലാം മദ്രസ എന്ന് പറഞ്ഞ മദ്രസ ഉള്ളത്? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയുടെ പേര് മഅദനുൽ ഉലൂം മദ്രസ എന്ന 202 നമ്പറായി 1950കളിൽ അംഗീകരിച്ച മദ്രസ 202 നമ്പറാ. നിങ്ങൾ 1998 അംഗീകരിച്ച മദ്രസ. പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ മനസ്സിലാക്കണം. മഅദനുൽ ഉലൂം സുന്നി മദ്രസ എന്ന ഒരു സുന്നി കൂട്ടി ഇപ്പോഴെന്റെ ബോർഡ് കാണുന്നില്ല. നമ്മളെ കുട്ടികള് ബോർഡ് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് അംഗീകാര പത്രത്തില് മഅദനുൽ ഉലൂം മദ്രസ, വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് തന്നെ കൊടുത്ത സുന്നി സർട്ടിഫിക്കറ്റിലോ മഅദനുൽ ഉലൂം സുന്നി മദ്രസ. അതാണ് നമ്മളെ കുട്ടികൾ ചോദിച്ചത്, ഒരു കിണറ്റിന് 2 രുചിയുള്ള വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചത്. ബോർഡൊന്ന് വായിക്കണം. തച്ചണ്ണിലെ കുട്ടികളൊക്കെ SKSFന്റെ കുട്ടികൾ അത്യാവശ്യം മനസ്സിലാക്കിയ ആൾക്കാരാണ്, ചിന്തിക്കാൻ കഴിവുള്ളവരാ, അവര് നാട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ, അവർക്കതറിയും. ആ 2 സർട്ടിഫിക്കറ്റ്
ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പൊതുപരീക്ഷയിൽ പാസ്സായ കുട്ടിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ്, ഒന്നിവർ കൊടുത്ത അംഗീകാരപത്രം. എന്തേ ഇന്ന് ബോർഡ് കാണാത്തത്? സുന്നി വിദ്യാഭ്യാസ ബോർഡ് 100% പരീക്ഷയിൽ വിജയിച്ച കുട്ടിക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷയിൽ ജയിച്ച മൈദനുള്ളും സുന്നി മദ്രസയിൽ നിന്ന് ജയിച്ച കുട്ടിക്ക് അവാർഡൊക്കെ പറഞ്ഞിട്ട് കുട്ടിന്റെ പേരൊക്കെ കൊടുത്ത് റാങ്ക് ഇട്ട് ഇത്ര കുട്ടികൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞെല്ലാം ബോർഡ് വെച്ചിട്ടില്ലേഞ്ഞോ? അതുപോലെ നിങ്ങൾ ഇക്കൊല്ലം മദ്രസന്റെ പേരെന്താ വെക്കുക? നിങ്ങളുടെ മുനീറുൽ ഇസ്ലാം സംഘം അവിടെ എവിടെയാ മദ്രസ? അങ്ങനെ ഒരു മദ്രസ ദക്ഷണയിലുണ്ടോ? ഈ സിറാജ് പത്രം ഇവിടെ ഏപ്പിക്കാർ വരുത്തി പൊന്നും മക്കളെ ഇതൊന്നും ഒഴിവാക്കണം. നമ്മളെ നാട്ടിനെ പറ്റി ഇല്ലാത്ത കഥ അതിൽ പറയുന്നത്. നമ്മളെ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഈ കാണുന്ന വാർത്തയിൽ എഴുതിവിടുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ നാട്ടിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേരളം ഭരിക്കുന്നത് കേരള കൊണ്ട് ഇവിടെ യൂത്ത് ലീഗും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എല്ലാം കോൺഗ്രസിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കക്ഷിയായിട്ട്. എന്നാൽ നമ്മള് നോക്ക്, നിങ്ങൾ സമസ്തയിൽ ലീഗുകാർ മാത്രമല്ല, ലീഗുകാരല്ലാത്തവരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, എല്ലാവരുമുണ്ട്. ഇവിടത്തെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റേതായിട്ടൊരു പ്രസ്താവന ഞങ്ങൾ പത്രത്തിൽ കണ്ടു. കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറിയുടെ വീട് തകർത്ത കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റേതായ ഒരു പ്രസ്താവനയും ഇതേ വാറോലയിൽ തന്നെ വന്നു. ആ പ്രസ്താവനയിൽ വന്ന ചില ആളുകളോട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അല്ല കൂട്ടരെ, അലി മുസ്ലിയാരും അതുപോലെ അബ്ദുള്ള ഹാജി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രസ്താവന വന്നല്ലോ. അതിൽ പേര് പറയപ്പെട്ട ഉത്തരവാദപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ആള് പറഞ്ഞത്, പൊന്നു സഹോദരന്മാരെ, ആ കഥ ഞാൻ അറിയുകയില്ല, ആ കഥ ഞാൻ അറിയുകയില്ല എന്നാ പറഞ്ഞത്. അയാളറിയാതെ അയാളെ പേരെഴുതി ചേർക്കുകയാ ചെയ്തത്. ഇവിടെ ഇരുന്നങ്ങ് പ്രസ്താവന കൊടുക്കുക. യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അവർ ഈ കഥയറിയാതെ ചില ആളുകളുടെ പേരിൽ ഇവിടെ നിന്ന് ദക്ഷണിൽ നിന്ന് എഴുതി കൊടുക്കുകയാണ്. ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടല്ലോ. ഇവിടത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട്, അവർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് കാര്യമറിയാം, അവർക്ക് നിജസ്ഥിതി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാകുന്നത്. നിങ്ങൾ നോക്കണം, ഇവിടെ എന്തെല്ലാം മറിമായങ്ങൾ. ഞാൻ വെറുതെ പറയുകയല്ല. ഇവിടെ ഭരണഘടനയിലും മറ്റുമൊക്കെ ഭേദഗതി വരുത്തി കഴിഞ്ഞ വിദ്യാഭ്യാസം ഇവിടെ വഖഫ് ബോർഡിലേക്ക് എഴുതി കൊടുത്തതില് മഅദനുൽ മദ്രസയുടെ പേര് മാത്രം സുന്നി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇവിടെ അങ്ങനെ സുന്നി ജമാഅത്ത് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കിവിടെ അങ്ങനെയൊന്നും നമുക്കിവിടെ ഇല്ലല്ലോ. മഅദനുൽ മുനീറുൽ ഇസ്ലാം സുന്നി ജമാഅത്ത്, അവിടെ ഒരു സുന്നി ഖണ്ഡങ്ങള് വഖഫ് ബോർഡിന് കൊടുത്ത പരാതി കൊടുക്കുന്ന അപേക്ഷ കൊടുക്കുന്ന ലെറ്റർ ബേർഡ്, ആ ലെറ്റർ ബേർഡിന്റെ മുകളിലുള്ളത് മുനീറുൽ ഇസ്ലാം സംഘം എന്ന അടിയിലൊരു സുന്നി കൂട്ടിക്കൊടുത്തു. ഇത് സെക്രട്ടറി. അതുപോലെ ഇവിടെ ജനറൽ ബോഡി കൂടിയിട്ട് പേര് മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഒട്ടേറെ ആളുകളുണ്ടല്ലോ. ഒരു ഏപ്പിക്കാരൻ പറയട്ടെ, പള്ളിയിൽ വെച്ചൊരു ജനറൽ ബോഡി കൂടി ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് എന്ന്. കൂടിയിട്ടില്ല. 13/2/2014 പ്രവർത്തക സമിതിയിൽ അങ്ങനെ പേര് മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അന്നത്തെ മിനുട്ട് എഴുതിയത് പറയുന്നത് കമ്മിറ്റി അംഗമായ തവരക്കാടൻ ഷുക്കൂറായിരുന്നു. ആ ഷുക്കൂർ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്തുനിന്ന് ആ പുള്ളിയിൽ നിന്നങ്ങോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതി പേര് മാറ്റാൻ തീരുമാനിച്ചു. വരന്റെ അപ്പുറം, വരന്റെ പുറത്തായി എഴുതിയത്. അതിന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങൾ നിയമോപദേശം തേടിയതിനെ പറ്റിയൊക്കെ. അപ്പൊ പറഞ്ഞതെന്താ? കൈപ്പടയല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെയൊക്കെ വളഞ്ഞ ചില ആളുകൾ ഇത്തരത്തിലുള്ള കുബുദ്ധി ചിലപ്പോൾ സെക്രട്ടറിക്ക് പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ കണക്കിലിറക്കി ഏണി വലിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മാന്യനായ സെക്രട്ടറി അതിൽ വീണു പോകരുത് എന്ന്. കാരണം
നിങ്ങൾക്ക് അതിൽ പെട്ടുപോയി ഇത്തരത്തിലുള്ള കഥയറിയാതെ നിങ്ങൾ നെഞ്ചത്ത് കൈവെക്കേണ്ടി വരും. മറ്റുള്ളവർ എഴുതി ചേർക്കുക. മുനീർ ഇസ്ലാം സംഘം അജണ്ടയിലുണ്ട്, ബോർഡുമ കൊടുത്തിട്ടില്ലേ? അജണ്ടയിലുള്ള വരവ് ചെലവ് കണക്ക്, സ്വാഗതം പറയല്, കാളിയാര കത്ത്, പേര് മകൾക്ക് പേരൊന്നും അനിയമില്ല. അന്ന് പേരിടലോ മുടിയാഴ്ചയിലൊന്നും അന്ന് തീരുമാനമില്ല. എന്നിട്ട് പുതിയൊരു പേരെഴുതി ചേർത്തിട്ട ഇപ്പുറത്ത് അലിമൂലിയാർ താഴത്ത് ഒപ്പിട്ടാണ്. അലിമൂലിയാർ ഒപ്പിട്ടതിന്റെ ശേഷമാണ് ഇടുന്നത്. അലിമൂലിയാരൊക്കെ ഒപ്പിട്ട് യോഗം കഴിഞ്ഞ് പോയിട്ടാത് ചേർക്കണത്. നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ഞങ്ങളെ കയ്യിൽ രേഖ ഉണ്ട്. എന്നിട്ട് ഇവിടെ കള്ളപ്രചരണം നടത്ത ഈക്കക്കാരങ്ങനെ കച്ചാമർമ്മ കഴിക്കാൻ കുത്തർക്ക് മുഴുത്ത പീഡിയക്കെന്ന് പറയാ. വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥതൊക്കെ പാടെ കൂടിച്ചേർച്ചാൻ വേണ്ടി വന്നത്. ഇനി ആധാരം കൊണ്ടുവരാൻ ഓനത്തിന് അതിന്റെ ആധാരം അതിന്റെ ആധാരം കൊണ്ടുപോകാൻ വന്നത്. ഇനി വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥനെ അരിയോലിയാർ ഉമ്പക്ക് എന്നാളെ നമ്മൾ മജീദ് തെട്ടമല മജീദ് വന്ന് പ്രസംഗിക്കുക. തെരട്ടമലൊക്കെ കേൾക്കണം. അരിയോലിയാർ ഉമ്പക്ക് കൊണ്ടുപോയപ്പോ ആധാരം കൊണ്ട് ഇത് മക്കത്ത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ആധാരം. അരിയോലിയാർ ഉമ്പക്ക് കൊണ്ടുപോയപ്പോ ഇവിടുത്തെ ആധാരങ്ങളൊക്കെ ഇപ്പൊ അവിടെ കൊണ്ടുപോയി. അരിയോലിയാർക്ക് കൊണ്ടുപോകാൻ അല്ലാത്ത ഇത് പോയിട്ട് ഖാദിമുൽ ഹറമൈനിന്റെ എത്തുന്ന ഞങ്ങളെ മദ്രസയും കൂടി നിങ്ങളെ ഏറ്റെടുക്കണം. ഞങ്ങളവിടെ സാധുക്കളാണ്. നിങ്ങൾ മക്കയും മദീനയും 2 പള്ളിയും ഭരിച്ചാൽ പോരാ, ഞങ്ങളെ ഒരു പള്ളിയും കൂടി ഏറ്റെടുക്കണം. അതുകൊണ്ട് എന്തൊരു വിഡ്ഢിത്താണ് ഈ വിളിച്ചു പറയുന്നത്. എന്തൊരു വിഡ്ഢിത്താ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ പറഞ്ഞൊക്കെ ശരി, ഒക്കെ റെഡി. എന്നിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ സൃഷ്ടിച്ചിട്ട് ഇവിടെ കലാപം സൃഷ്ടിച്ചിട്ട് നിരപരാധികളായ ആളുകളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തു, അലിമുസ്ലിയാരുടെ പേരിൽ കേസ് കൊടുത്തു, അബ്ദുല്ലാജിയുടെ പേരിൽ കേസ് കൊടുത്തു. ഇവരൊക്കെയാണ് പ്രതികള്. അതുള്ള പത്രത്തിലെ സിറാജ് പത്രത്തിലെ 1-ാം പ്രതി അലിമുസ്ലിയാർ, മഹലിന്റെ പ്രസിഡന്റ്. 2-ാം പ്രതി ആരാ? മൈദനുൽ മദ്രസയുടെ സദർ മുഅല്ലിം വി അബ്ദുൽ ഹാജി. 3-ാമത്തെ പ്രതി വഖഫ് ബോർഡ് എന്ന് വന്ന മുഹാനുദ്ദീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളാണ്. പിന്നെ കുറെ കുട്ടികളുണ്ട് നമ്മളെ അലിയുലിയ രബിച്ചു, അതുപോലെ തന്നെ അനീഫ തുടങ്ങി ഒരുപാട് ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നേരല്ല. വായിച്ചങ്ങൾ അത്ഭുതപ്പെടും. എന്നിട്ട് എന്താ പേര് ചെയ്തത്? മുടി പിടിച്ചു, ആബിക്ക് ചവിട്ടി, കുട്ടിനെടുത്ത് എറിഞ്ഞു. മുടിക്ക് ഭയങ്കര വിലയുള്ള കാലാണ് ഇപ്പോഴേ. മുടിക്ക് ഭയങ്കര വിലയാ. സ്വന്തം സഹോദരി, സ്വന്തം ഭാര്യയെ, അതുപോലെ ഇളച്ചിയെ, മരുമകളെ ഇവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാട്ടും മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഈ വയോധികരായ പണ്ഡിത അലിമുസ്ലിയാരെ പേരിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടരെ, ഇത് വായിക്കാൻ സമയമില്ലാത്തതും വായിക്കല്ല, കയ്യിലുണ്ട് ഇവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി. ഈ മഹാനായ മനുഷ്യൻ തച്ചെണ്ണയിലൂടെ, ഈ തച്ചെണ്ണ നാട്ടിൽ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുമാണ് നമ്മുടെ നാടിന്റെ ശില്പികൾ. ഈ മനുഷ്യൻ ഇവിടെ ഒരു പീഡനത്തിന്, സ്ത്രീ പീഡനത്തിന് ഒരുങ്ങി. അതുപോലെ അബ്ദുൽ ഹാജി അദ്ദേഹം പ്രവർത്തിച്ചു. നോക്കി നിങ്ങൾ എന്തൊക്കെ നമ്മളൊക്കെ പണ്ട് ഇത് നിന്നിട്ട് പോരോട് എളുപ്പം പറഞ്ഞും കൊടുക്കുക. പണ്ടൊക്കെ നമ്മൾ മൊയ്തീമാല പാടലുണ്ടായിരുന്നു. കളവ് പാറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നി കൊടുത്തവര്. ഇപ്പൊ നമുക്ക് ഈ വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥൻ വന്നപ്പോ ഒരു മഹാനുദ്ദീൻ മാലയും കൂടി പാടേണ്ടി വന്നു. ഇയാളൊരു മഹാനുദ്ദീൻ, അയാളെ പേര്. ആ മാല പാടാണെങ്കിൽ കളവ് പറയൂ എന്ന മോശം ചൊന്നാരെ പോലീസിൻ മുമ്പില് മാനം കളഞ്ഞോവർ ഇല്ല കാതകൾ പറയാനൂരത്താരെ തെല്ലും മാടിയില്ലാതെല്ലാം ഒളിഞ്ഞോവർ കുഞ്ഞിനെടുത്ത് നീലത്തേക്കെറിഞ്ഞെന്നും ജനൽ ചില്ലി തല്ലി താകർത്തെന്ന് ചൊന്നോവർ. നമുക്കങ്ങനെ മഹാനുദ്ദീൻ മാല ഉണ്ടാക്കുവാണെങ്കിൽ പണ്ടൊക്കെ മൊയ്തീൻ മാല പാടി, ഇന്ന് മഹാനുദ്ദീൻ മാല പാടാൻ നമുക്ക്. തെച്ചെണ്ണയിൽ പ്രിയപ്പെട്ടവരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചു ഈ മഹാരഥന്മാരായ ആളുകൾ, സാത്വികരായ പണ്ഡിതന്മാർ. ഇവർ അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഇതിനുത്തരം കൊടുക്കും, യാതൊരു സംശയവുമില്ല. ഞാൻ എന്റെ പേരിൽ നാളെയോ മറ്റന്നാളോ പരിപാടി ഉണ്ട് എന്ന് കേൾക്കാൻ
ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളെ പരാമർശിക്കും വ്യക്തിപരമായിട്ട്, ഞങ്ങളെ ഒരുപാട് പരാമർശിക്കട്ടെ. ഞാനൊന്നും ആക്ഷേപം ഇന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ല, കേൾക്കാൻ തുടങ്ങിയ സമസ്തയിൽ ചേരിത്തിരിവുണ്ടായ അന്ന് ആൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയത്. അതൊരു പുത്തരിയല്ല, കാത് തയമ്പിച്ചിരിക്കുകയാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആരെങ്കിലും കൊടുന്നിട്ടില്ലാത്ത കഥകൾ ഞങ്ങളെപ്പറ്റിയോ ഞങ്ങളെ ഉസ്താദുമാരെ പറ്റിയോ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ പറ്റിയോ പറഞ്ഞാൽ ഞങ്ങൾ കേട്ട് പരിചയമുള്ള ആന്തവിന്തകൾ ഞങ്ങളുണ്ട്. എന്റെ കയ്യിൽ ആന്തത്തെത്തി ഇവിടെ പ്രസിദ്ധീകരണങ്ങൾ ക്രൈമടക്കമുള്ള അന്വേഷണ പത്രങ്ങളിൽ വന്ന വാർത്തകൾ വരെ കയ്യിലുണ്ട്. ഇതുപോലത്തെ ഫ്ലക്സ് ബോർഡുകൾ ഒരുപക്ഷെ തച്ചെന്നയിൽ നിങ്ങൾക്ക് കാണാനിടവരും. ഒരു ദിവസം കൊണ്ട് നിങ്ങളത് കീറിയാലും പിന്നെ മക്കും. ഇവിടെ വയതനൂർ മദ്രസന്റെ മുമ്പിൽ നമ്മളെ കുട്ടികളിൽ സത്യം വെച്ചപ്പോ അത് കീറിക്കളഞ്ഞ കുട്ടികൾ വെച്ചിരുന്നതാ. ഞങ്ങളെ മെമ്മറി കാർഡൊന്നും പോയിട്ടില്ല. കിണറിനെ മുറം കൊണ്ട് മൂടാൻ സാധിക്കൂല, അത് മൂടാൻ കഴിയൂല. അമ്പിളിമാമനെ നിങ്ങൾ കുമ്പിള് കൊണ്ട് പൊത്തിവെച്ചാൽ നിൽക്കുന്ന കാര്യമല്ല, അത് വെളിച്ചത്ത് വരും. അതുകൊണ്ട് പരിപാടികൾ വെച്ചോ. ഞങ്ങൾ പറയുന്നു ഇവരിതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ പരിപാടി വെച്ചിട്ട് പറയാം യോലിയര് പിടിച്ചു, ആജിയാര് പിടിച്ചു, മറ്റയാൾ കുട്ടിനെടുത്ത് എറിഞ്ഞു, ഇവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയട്ടെ. അതന്നെ ഞങ്ങളെ ആവശ്യമോ. സ്വന്തം മാതാവിനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നാട്ടിലിപ്പോ ഇശാ ബാങ്കിന്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ബഹുമാനപ്പെട്ട യൂനുസ് ഫൈസി ഉസ്താദ് നമുക്ക് തച്ചെന്നയിൽ നിന്നുള്ള ലൈവാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഉമർ ദർസി ഉസ്താദാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആളുകളുണ്ട് ക്ലാസ് റൂമിൽ. എല്ലാവരും കഴിയുന്ന ആളുകളെ ഇനിയും ഇൻവൈറ്റ് ചെയ്ത് മറ്റു ക്ലാസ് റൂമിലൊക്കെ ഈ പരസ്യം കൊണ്ടുപോയി കൊടുത്ത് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കുക. ആ റേഡിയോ കേൾക്കുന്നവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുസമ്മദ് ഉസ്താദ് പൂക്കോട്ടൂരൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. എന്നെ തന്നെ ഇൻവൈറ്റ് ചെയ്യണ്ട, ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ആളുകളൊക്കെ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ, മറ്റ് റൂമിലുള്ള ആളുകളെ, നമ്മുടെ റൂമിലുള്ള ആളുകളല്ല വിളിക്കേണ്ടത്, മറ്റു റൂമിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കുക. ഈ പരസ്യം ഓരോ ക്ലാസ് റൂമിലും ഓരോരുത്തർക്കായിട്ട് ക്ലാസ് റൂമിൽ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരൊക്കെ വരും. അപ്പോ നല്ല പ്രഭാഷണം നമുക്ക് കേൾക്കാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ ഉസ്താദന്മാരും നമ്മുടെ ബഹുമാനപ്പെട്ട ഇനി സംസാരിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സാഹിബാണ്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. എന്നുള്ളത് കൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ആളുകളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇശാ ബാങ്കിന് ശേഷം നമ്മുടെ ലൈവ് തുടരും. ബഹുമാനപ്പെട്ട യൂനുസ് ഫൈസി ഉസ്താദാണ് നമുക്ക് ലൈവ് എത്തിച്ചിരുന്നത്. വളരെ ക്ലിയറോട് കൂടി ലൈവ് എത്തിച്ചു തരുന്ന യൂനുസ് ഫൈസി ഉസ്താദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കല പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. ഞാൻ മൈക്ക് റിലീസ്. ഞാൻ ചുരുക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സംഗതി ഒരുപാട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംഘാടകർ ഓർമ്മപ്പെടുത്തിയാൽ തിരുത്തിത്തരാം. അത് പിന്നെ നമുക്ക് പിന്നീട് പറയാം. നമ്മുടെ സ്റ്റേജിൽ ഒരുപാട് നേതാക്കൾ പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ ഈ പരിപാടി ഇപ്പോ ക്ലാസ് റൂമിൽ എസ്കെസിന്റെ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിദേശങ്ങളിലും മറ്റുമൊക്കെയായി നമ്മുടെ പ്രവർത്തകന്മാർ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ കടുങ്ങൽ ബഹുമാനപ്പെട്ട
പി മുഹമ്മദ് മുസ്ലിയാരിനെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊടുക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി ആൾക്കാർ കാണാമെങ്കിൽ ആ തല്ലുമ്പടിന്റെ രംഗങ്ങളൊക്കെ കാര്യങ്ങളെ പ്രവർത്തകരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ നാട് ഇതുവരെ നടന്നത് നന്നായിട്ട് ഭരണഘടന അനുസൃതമായിട്ട് അത് മുന്നോട്ട് പോകണം. നമ്മുടെ നാടിന്റെ കെട്ടുറപ്പ് അത് ഭദ്രമായിരിക്കണം. നമ്മൾ ഒന്നിച്ച് ഒരുമയോടുകൂടി കഴിയുന്ന ആളുകള് അല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ നമ്മളൊരു കള്ളത്തരം സിറാജി എന്ന് പറഞ്ഞ പത്രത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് പത്രം ഇൻഷാ അല്ലാ ആഗസ്റ്റ് 1-ാം തീയതി സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രം പുറത്തിറങ്ങും. ആ സുപ്രഭാതം പുറത്തിറങ്ങട്ടെ. ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും. ഞങ്ങൾക്കിന്ന് സ്വന്തമായിട്ട് ഇപ്പോഴൊരു പത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നുണകൾ മറ്റുള്ളവർ അടിച്ചു വരുമ്പോൾ മറുപടി പറയാൻ കഴിയാത്തത്. പണ്ടൊരു തള്ള പറഞ്ഞാൽ അവനാന്റേതെങ്കിൽ ചെറുതെന്ന് അവനാന്റെ മരിച്ചാലെ പള്ളർച്ച് കാവടിച്ചാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അവനാനൊരു പത്രം വരട്ടെ. ഇൻഷാ അല്ലാഹ് സുപ്രഭാതം എല്ലാവരും അതിന്റെ വരിക്കാരാകണം, അതിന്റെ വായനക്കാരാകണം. അത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ആ പത്രം വരും എന്ന് കേട്ടപ്പോ വന്നാൽ പലരും ഞെട്ടും വിറക്കും. സത്യമാ, അത് എ പി അബൂക്കർ പറഞ്ഞാലില്ല, 40-ാം വാർഷികം കഴിഞ്ഞ വിറച്ച് കത്തുപോകുമെന്ന് പറഞ്ഞു. എന്താപ്പുണ്ടായത്? ആ വർത്താനത്തിനൊന്നും അർത്ഥമില്ല. അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വിട്ടുപോയെങ്കിൽ പ്രവർത്തകന്മാർ ചൂണ്ടിക്കാണിച്ചാൽ അവസരം പോലെ ആ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ശേഷം വരുന്ന ആളുകൾ സംസാരിക്കും. നമ്മളെ ഈ യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട അലി മുസ്ലിയാർ അവറുകളാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. സഹോദരിമാരുടെ കാര്യം മനസ്സിലായി. നിങ്ങൾ ചില സലാത്തിനും സലാമിനൊക്കെ പോകുമ്പോ ഇതൊക്കെ അങ്ങനെ ചെയ്താ ഞാനിപ്പോ ഇന്നൊരു പ്രസംഗം കേട്ടു. ഇന്നലെ ഇവിടെ നടന്ന ഒരാളുടെ പ്രസംഗം. ഇവിടെ പോയപ്പം ബദരീങ്ങളെ പറ്റി മമ്പർത്ത തങ്ങൾ, അതുപോലെ മൊയ്തീൻ ഷെയ്ഖിന്റെ റിഫായി ഷെയ്ഖിന്റെ കാര്യമൊക്കെ അതൊക്കെ അവരൊക്കെ അംഗീകരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് അത് നമ്മളൊരു അംഗീകരിക്കാത്തൊരവസ്ഥയാണ്. അപ്പൊ സർക്കിൾ ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങളെ നാട്ടുകാരാണോ ബദരീങ്ങളും അതുപോലെ മൊയ്തീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ്? അല്ല, ചോദിച്ചിരുന്നു. ഒരു 10 ഇട്ടോനൊക്കെ പോയി ഇങ്ങനെ പറഞ്ഞ് എന്ത് വ്യക്തിത്വം! ഈ ആൾക്കാരെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നോണ പറയാം. ബഹുമാനപ്പെട്ട അടിമൊലിയരെ പറ്റിയിട്ട് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളാരെങ്കിലും വിശ്വസിക്കുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. നമുക്ക് ഈ നാടിന് നായകത്വം നൽകി ഈ നാടിനെ നമുക്ക് സമർപ്പിച്ചെന്ന വന്യരായ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കുന്നുണ്ടാകും. ഇതുകൊണ്ട് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഉഖറവിയായ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. യോഗം നിയന്ത്രിക്കുന്ന ഉസ്താദിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് നജീബ് തങ്ങൾ അവറുകളാണ്. നമുക്കറിയാം, ഒരുപാട് കാലം മറുചേരിയിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് സത്യം മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലും അതിന്റെ ആളുകളിലുമാണ് സത്യം, മറ്റൊക്കെ കുതന്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉറ്റവരും ഉടയവരുമൊക്കെ മറുഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് നോക്കാതെ തന്റെ ആഖിറത്തിന്റെ വിജയം മനസ്സിലാക്കി സത്യസരണിയിൽ തന്റെ ഇടത്തോടുകൂടെ കയറി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട നജീബ് തങ്ങൾ, ബഹുമാനപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ ആവേശമായ നമ്മുടെ പ്രസംഗവേദിയിൽ ആരും എപ്പോഴും അവസാനം കാത്തിരിക്കുന്ന പ്രസംഗം, എത്ര വൈകിയാലും ആളുകൾ കാത്തിരിക്കുന്നത് അബ്ദുസ്സമദ് സാഹിബിന്റെ പ്രഭാഷണമാണ്. ആ മഹാനായ അബ്ദുസ്സമദ് സാഹിബ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ 8 മണിക്ക് ശേഷം വരിക. ഇന്ന് അദ്ദേഹം മറ്റു പരിപാടികളൊക്കെ ഒഴിവാക്കി നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അള്ളാഹുവെ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ നാക്കിനും അദ്ദേഹത്തിന്റെ തൂലികക്കും നീ ശക്തി പകരണേ തമ്പുരാനെ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടെ പ്രഭാഷണം നടത്തി ആളുകളോട് കാര്യങ്ങൾ ദൃശ്യമാണെങ്കിലും വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാജി, നമ്മുടെ മദ്രസയിലെ സദർ. ഈ നാടിന് ഒരു മദ്രസ അധ്യാപകനാണെങ്കിൽ മെച്ചമായ ശമ്പളം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒഴിവാക്കി തുച്ഛമായ ശമ്പളത്തിന് നാടിലൊരു സേവകനായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി. മദ്രസ ഭരണം തന്നെ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ തെറ്റില്ല. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അത്രാവോട് മുജീബ് അദ്ദേഹം സംസാരിക്കും, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു അവാർഡ് ദാനമുണ്ട്. എൻട്രൻസ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് കിട്ടിയ നമ്മുടെ നാട്ടുകാരനായ ഫൈസൽ
കറളിക്കാടൻ, അദ്ദേഹത്തിന് ഇവിടെ ഒരു അവാർഡ് നൽകുന്നുണ്ട്. അത് നമ്മുടെ പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റ് CT അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം അത് നൽകും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു അവാർഡ് നമ്മുടെ സംഘടനാ രംഗത്ത് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസുകാരനായിട്ടും പല കോൺഗ്രസുകാരും മറുഭാഗത്തു നിന്ന് യൂത്ത് കോൺഗ്രസുകാരും മറ്റുമൊക്കെ കള്ളക്കഥകൾക്ക് കൂട്ടുനിൽക്കുമ്പോഴും സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഒരു പ്രവർത്തകനായ പരപ്പൻ അഷ്റഫ് കഴിഞ്ഞ ദിവസം നടന്ന PTA യോഗത്തിൽ അദ്ദേഹത്തിന് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ നിലക്ക് സഹപ്രവർത്തകന് ഒരു അനുമോദനം എന്ന നിലക്ക് ഒരു അവാർഡ് ഇവിടെ വെച്ച് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതുപോലെ അവർ രണ്ടുപേരെയും ഫൈസലിനെയും അതുപോലെ അഷ്റഫിനെയും അവരെയും ഞാൻ ആശംസിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അവർ ബഹുമാനപ്പെട്ട സീറ്റ് നൽകും. അതുപോലെ ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജയ്ക്കും മുസ്ലിയാര്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സംസാരിക്കുന്നു ബിച്ചു തുടങ്ങിയ ഗഫൂർ തുടങ്ങിയ ആളുകളൊക്കെ ഷിയാബൊക്കെ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഇവിടെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വേദിയിലുള്ള നമ്മുടെ ഈ പരിപാടി ഉണ്ടായപ്പോൾ ഇതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി. അതിലെ പ്രധാന അംഗങ്ങളായ T സൈദലവി, അതുപോലെ തന്നെ അൽമോയ റസാഖ്, സമദ് മൗലവി, സുന്നി യുവജന സംഘത്തിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സമദ് മൗലവി, അതുപോലെ തന്നെ റഷീദ് ദാരി, വിജയ് മുസ്ലിയാർ തുടങ്ങി ഈ വേദിയിലും സദസ്സിലുള്ള ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളൊരു നോട്ടീസ് അടിച്ചില്ല. ഇന്നലെയും ഇന്നും ഒരു അനൗൺസ്മെന്റ് മാത്രം നടത്തി. ചില ആളുകളൊന്നും അനൗൺസ് കേട്ട് വന്നിട്ടല്ല, ഞങ്ങൾക്ക് ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല, അനൗൺസ് തന്നെ മതി, കാരണങ്ങൾ കാര്യങ്ങളൊക്കെ അതിന് തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല, കാര്യമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടുവന്ന ആളുകൾ, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഫോൺ വിളിച്ചു വരണം എന്ന് പറഞ്ഞിട്ടില്ല, വണ്ടി കൊടുത്തയച്ച് പറഞ്ഞു വെച്ചിട്ടില്ല. ആളുകൾ ഇത് കേട്ടറിഞ്ഞ് സത്യം മനസ്സിലാക്കാൻ വേണ്ടി വന്ന ആളുകൾ, നമ്മുടെ പരിസരത്തെ മഹല്ലുകളിലൊക്കെ വന്ന ആളുകൾ, അവരെ എല്ലാവരെയും, അതുപോലെ സ്വന്തം ഗുരുനാഥന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് പ്രതികളാക്കി കുറ്റം ചേർത്തിയപ്പോൾ സത്യം കേൾക്കണം, മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് വീട് വിട്ടുവന്ന നമ്മുടെ സഹോദരിമാര്, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുറത്തു നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ ഈ പരിപാടി കേൾക്കണം, നിഷ്പക്ഷ ബുദ്ധിയാ നിൽക്കുന്ന AP-യിൽ സജീവമല്ല, EK വിഭാഗത്തിൽ സജീവമല്ല, ഹക്ക് എവിടെയാണോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മുടെ സഹോദരന്മാര് ഇങ്ങോട്ട് സദസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നിരിക്കും. ആളുകള് ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളതിന് മൈൻഡ് ചെയ്യരുത്. കാരണം ഉലുവാൻ പുകയിച്ചുമോ ചെയ്ത്താൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ നിൽക്കരുത്, എല്ലാവരും ഇങ്ങോട്ട് പോരും, സദസ്സിൽ പോരാ. പിന്നെ അപ്പൊ ഉസ്താദുമാരെ പറ്റി പറയുന്നത് എന്താണ് ഇതിന്റെ സത്യം എന്നറിയാൻ വേണ്ടി വന്ന സഹോദരിമാർ, അവരെ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വന്നതായ പിഞ്ചു മക്കളുണ്ട്, തങ്ങൾക്ക് അക്ഷരങ്ങൾ ഉരുവിട്ട് തങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുവര്യന്മാരിന്റെ സ്ഥിതി അറിയണം എന്ന് മനസ്സിലാക്കി വന്ന പിഞ്ചോമന മക്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രദ്ധിക്കുന്ന മറുപക്ഷത്തുള്ള ആളുകൾ കഥ അറിയാതെ എന്താണ് സംഗതി എന്നറിയാത്ത ചില ആൾക്കാരുണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ കേൾക്കണം, ബോർഡുകൾ നിങ്ങൾ വായിക്കണം, സംഗതികൾ മനസ്സിലാക്കണം. ഇനി ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്കപ്പോൾ പറയാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ദീർഘിച്ചു പോയെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് മുഖ്യപ്രഭാഷകനായ അബ്ദുസ്സമദ് സാഹിബിനോടും സദസ്യരോടും അപേക്ഷിച്ചുകൊണ്ട് അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നജീബ് തങ്ങൾ ഹൃസ്വമായി ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നു. സാദരം അദ്ദേഹത്തിന് അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الفاضلين برضوان الله أما بعد. ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ ഉസ്താദ് അലി മുസ്ലിയാർ, അതേപോലെ തന്നെ ഉസ്താദ് അബ്ദുള്ള ഹാജി,
മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള SYS സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ്, ചേക്കു മുസ്ലിയാർ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഉമർ ദർശി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യ പ്രഭാഷണം സമയം പരിമിതമായതുകൊണ്ട്, അതേപോലെ തന്നെ ആശംസാ പ്രസംഗരായ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമൊക്കെ തന്നെ ഞാൻ വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഞാൻ വിട്ടുപോയതാണ്. ക്ലാസ് റൂമിലൂടെ നമ്മളിവിടെ ഇരിക്കുന്നതിലധികം ആളുകൾ, ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമദ് സാഹിബിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹം നമ്മളുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട്, പ്രാദേശികപരമായ കാര്യങ്ങളില്ല, മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മളോട് പ്രവർത്തിക്കേണ്ടത് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം നമ്മൾ അറിയിക്കും. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ആരെങ്കിലും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനൊക്കെ ശ്രമമുണ്ടാവും. SKSFന്റെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരിക്കലും പ്രകോപിതരായി അതിനൊന്നും നിൽക്കണ്ട. ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ ബോർഡ് വെച്ചപ്പോൾ പറഞ്ഞ തലവേദന ഉണ്ടാകും. അതങ്ങട്ട് കരഞ്ഞു തീർത്തോട്ടെ, ആരും അതിലേക്ക് തിരിയണ്ട എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തി സമദ് സാഹിബിന്റെ അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കും.